ഇനി വരയ്ക്കാൻ പോകുന്നത് സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് എന്നുള്ള ലെയർ എടുക്കുക. പോളിലൈനോ റെക്റ്റാങ്കിളോ ഉപയോഗിച്ച് സ്റ്റെയർ കേസിൻ്റെ ഔട്ടർ ലൈൻ വരയ്ക്കുക. എല്ലാ റൈസറും വരച്ചു കൊടുക്കുക. അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കുന്നതിന് PreDCRൽ മാർക്കിൽ സ്റ്റെയർ കേസ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിൽ എന്ത് ടൈപ്പ് സ്റ്റെയർ ആണെന്നുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നോർമൽ സെലക്ട് ചെയ്യുക. ആദ്യം വരച്ച ഔട്ടർ ലൈൻ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. സ്റ്റെയർ കേസ് എന്നുള്ള ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. വീണ്ടും അതേ മെനുവിൽ തന്നെ പോവുക. PreDCR മാർക്ക് സ്റ്റെയർ കേസ്. ഇതിൽ ഇൻ്റർമീഡിയറ്റ് ലാൻഡിംഗ്, ഫ്ലൈറ്റ് വിഡ്ത്ത്, ഫ്ലോർ ലാൻഡിംഗ് എന്നിവ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇൻ്റർമീഡിയറ്റ് ലാൻഡിംഗ് സെലക്ട് ചെയ്യുക. നമ്മുടെ ലാൻഡിംഗ് എവിടെയാണ് വരുന്നത് അവിടുത്തെ റൈസർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളർ ബ്ലൂ കളറായിട്ടുണ്ടാവും. അടുത്ത മാർക്കിൽ എടുക്കുക. PreDCRൽ മാർക്കിൽ സ്റ്റെയർ കേസ്, ഫ്ലൈറ്റ് വിഡ്ത്ത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. വീണ്ടും PreDCR മാർക്ക് സ്റ്റെയർ കേസ്, ഫ്ലോർ ലാൻഡിംഗ്. നമ്മളുടെ ഫ്ലോർ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് ആ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. ഇനി ഇതിന് അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. അതിനു വേണ്ടി PreDCRൽ ഇൻസേർട്ടിൽ സ്റ്റെയർ കേസ് അപ്പ് ഡയറക്ഷൻ, സ്റ്റെയർ കേസിൻ്റെ ഔട്ടർ ലൈൻ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ അപ്പ് ഡയറക്ഷൻ വന്നിട്ടുണ്ടാവും. ഇത് റൊട്ടേറ്റ് ചെയ്ത് സ്കെയിൽ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഡൗൺ ഡയറക്ഷൻ കൊടുക്കുന്നതിന് PreDCRൽ ഇൻസേർട്ടിൽ സ്റ്റെയർ കേസ് DN ഡയറക്ഷൻ സെലക്ട് ചെയ്യുക, സ്റ്റെയർ കേസിൻ്റെ ഔട്ടർ ലൈൻ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫ്ലോറിൽ സ്റ്റെയർ കേസ് വരച്ചതിന് ശേഷം ഇത് കോപ്പി ചെയ്ത് മറ്റുള്ള ഫ്ലോറിൽ വെക്കാവുന്നതാണ്. അതിനുവേണ്ടി PreDCR ടൂളിൽ PreDCR ലെയർ മാത്രം ഓൺ ചെയ്യുക. ഷോ ഓൺലി PreDCR ലെയേഴ്സ്, ഷോ ആൾ PreDCR ലെയർ. അതിനുശേഷം നമ്മളുടെ സ്റ്റെയർ കേസ് മുഴുവനായി കോപ്പി ചെയ്യുക. അടുത്ത ഫ്ലോറിൽ പേസ്റ്റ് ചെയ്യുക. ഈ ലൈൻ ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ ലൈൻ വരയ്ക്കുക. ഇനി ഡയറക്ഷൻ റഫ് സർക്കിൾസ് ഇൻസേർട്ട് ചെയ്യുക. PreDCR ഇൻസേർട്ട് ഡയറക്ഷൻ റഫ് സർക്കിൾസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫ്ലോർ പ്ലാനിനുള്ളിൽ എവിടെയെങ്കിലും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കോപ്പി ചെയ്ത് എല്ലാ ഫ്ലോറിലും ഒരേ പൊസിഷനിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുവേണ്ടി ബേസ് പോയിൻ്റ് കറക്റ്റായിട്ട് പിക്ക് ചെയ്യുക. അടുത്ത ഫ്ലോറിൽ ഇൻസേർട്ട് ചെയ്യുക. ഇത് തന്നെ സൈഡ് പാനൽ കൊണ്ടുവയ്ക്കേണ്ടതാണ്. ഇതിനു വേണ്ടി കോപ്പി ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത് ഇതിനുള്ളിൽ വയ്ക്കുക. സോഫ്റ്റ്വെയറിന് സെറ്റ് ബാക്ക് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് സർക്കിൾസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ സർക്കിൾ വെച്ചിട്ടാണ് ഓരോ ഫ്ലോറിൻ്റെയും സെറ്റ് ബാക്ക് നോക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സർക്കിൾസ് എല്ലാ ഫ്ലോറിലും ഒരേ പൊസിഷനിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി സൈറ്റ് പ്ലാനിൽ സെപ്റ്റ് ടാങ്ക്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, വെല്ല്, ബയോഗ്യാസ് എന്നിവ വരയ്ക്കുന്നതിന് വേണ്ടി ഒരു ലെയറുണ്ട്.
ആക്സസറി യൂസ് ആ ലെയർ എടുക്കുക. റെക്റ്റാങ്കിൾ, സർക്കിൾ എന്നിവ ഉപയോഗിച്ച് വരയ്ക്കാം. സെപ്റ്റി ടാങ്ക് വരയ്ക്കുന്നതിന് വേണ്ടി സെപ്റ്റി ടാങ്കിൻ്റെ മുകളിൽ കൂടി റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി PreDCR മാർക്ക് ആക്സസറി യൂസ് എന്നുള്ള ഓപ്ഷൻ പോവുക. ഇതിൽ നിന്ന് റെയിൻ വാട്ടർ സെലക്ട് ചെയ്യുക. റെയിൻ വാട്ടർ സെലക്ട് ചെയ്യുമ്പോൾ പ്ലീസ് എൻ്റർ ദ ഡെപ്ത് ഓഫ് സ്റ്റോറേജ് ടാങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഡെപ്ത് എത്രയാണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് നമ്മൾ വരച്ച ആ ലൈൻ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ വോളിയം വന്നിട്ടുണ്ടാവും. അടുത്തതായി സെപ്റ്റി ടാങ്ക് മാർക്ക് ചെയ്യുക. ഇവിടെ എസ് ടാങ്ക് എന്നുള്ളൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. അടുത്തതായി നോർത്ത് ഡയറക്ഷൻ ഇൻസേർട്ട് ചെയ്യുക. അതിനായി PreDCR മെനുവിൽ പോവുക, ഇൻസേർട്ട് നോർത്ത് ഡയറക്ഷൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സൈഡ് പ്ലാനിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക, ലൊക്കേഷൻ പ്ലാനിനുള്ളിലും ക്ലിക്ക് ചെയ്യുക. ഇനി അതർ ഡീറ്റെയിൽ എന്നൊരു ലെയർ ഉണ്ട്. അത് ഉപയോഗിച്ച് എലിവേഷൻ, സർവീസ് പ്ലാൻ, സെപ്റ്റി ടാങ്ക് ഡീറ്റെയിൽസ്, റെയിൻ വാട്ടർ ഡീറ്റെയിൽസ് എന്നിവ വരച്ചു കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി അതർ ഡീറ്റെയിൽ ലെയർ എടുക്കുക. റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് എലിവേഷൻ അകത്ത് വരുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കുക. സർവീസ് പ്ലാനിന് ചുറ്റും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. സെപ്റ്റി ടാങ്കിൻ്റെ ഡീറ്റെയിൽസിന് ചുറ്റും റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെയിൻ വാട്ടർ ഡീറ്റെയിൽസിന് ചുറ്റും റെക്റ്റാങ്കിൾ വരയ്ക്കുക. പ്രോജക്റ്റ് ടൈറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇനി ഇതിനെല്ലാം ടെക്സ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി PreDCRൽ മാർക്കിൽ അതർ ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇതിൽ നിന്ന് എലിവേഷൻ സെലക്ട് ചെയ്യുക. എലിവേഷന് വേണ്ടി വരച്ച ലൈൻ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. വീണ്ടും അതേ ഓപ്ഷനിൽ പോവുക, PreDCR മാർക്ക് അതർ ഡീറ്റെയിൽ. ഇതിൽ നിന്ന് സർവീസ് പ്ലാൻ സെലക്ട് ചെയ്യുക. സർവീസ് പ്ലാൻ വരച്ച ലെയർ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. സർവീസ് പ്ലാനിനുള്ള ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. അടുത്തതായി PreDCR മാർക്ക് അതർ ഡീറ്റെയിൽ. ഇതിൽ സെപ്റ്റി ടാങ്ക് ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. PreDCR മാർക്ക് അതർ ഡീറ്റെയിൽ. റെയിൻ വാട്ടർ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോജക്റ്റ് ടൈറ്റിൽ കൊടുക്കുക. അതിനുവേണ്ടി പ്രോജക്റ്റിന് ഒരു ടൈറ്റിൽ ടൈപ്പ് ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. ഇനി എലിവേഷനുള്ളിലും ഗ്രൗണ്ട് ലെവൽ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. ഗ്രൗണ്ട് ലെവൽ ലെയർ എടുക്കുക. ഉപയോഗിച്ച് സെക്ഷനിൽ വരച്ചതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവൽ വരച്ചു കൊടുക്കുക. സെപ്റ്റി ടാങ്കിൻ്റെ റെയിൻ വാട്ടറിൻ്റെ ഡീറ്റെയിൽസ് ബ്ലോക്കാക്കി മാറ്റുക. പിക്ക് പോയിൻ്റ് ഇതിനുള്ളിൽ ഒരു പോയിൻ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ടെറസ് വരയ്ക്കുന്നതിന് വേണ്ടി ടെറസ് എന്നൊരു ലെയർ ഉണ്ട്. അതുപയോഗിച്ച് ടെറസ് വരയ്ക്കാം. ഇതിന് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടിട്ട് മാച്ച് ചെയ്താൽ മതിയാവും. പാരപ്പറ്റ് വാൾ വരയ്ക്കണം. അതിനു വേണ്ടി നമ്മൾ നേരത്തെ വരച്ച വാൾ ലെയർ തന്നെ ഉപയോഗിക്കാം.
പാരപ്പറ്റ് വാൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി PreDCR വാൾ പാരപ്പറ്റ് വാൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ വരച്ചു കൊടുത്ത പാരപ്പറ്റ് വാൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണിക്ക് ഹാൻഡ് റെയിൽ വരച്ചു കൊടുക്കണം. അതിനുവേണ്ടി വാൾ ലെയർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി PreDCRൽ വാൾ ഫോർ ഹാൻഡ് റെയിൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഹാൻഡ് റെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി കോളം എന്നൊരു ലെയർ ഉണ്ട്. അതുപയോഗിച്ച് എല്ലാ ഫ്ലോറിലും എവിടെയെങ്കിലും ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ഇനി സൈഡ് പ്ലാനിൽ സെറ്റ് ബാക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി ടൂൾ ബാറിലെ 4ാമത്തെ ഓപ്ഷനിൽ മാർക്ക് മാർജിൻ ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ പ്ലോട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട് മാർജിൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഫ്രണ്ട് സെലക്ട് ചെയ്യുക. നമ്മളുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്താൽ അറിയാം ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും. റിയർ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക, ഓക്കെ കൊടുക്കുക. സൈഡ് 2 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും സൈഡ് നമുക്ക് നെയ്ബർ കൺസെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺസെൻ്റ് ഉള്ള പ്ലോട്ടിൻ്റെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രപ്പോസ്ഡ് വർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി PreDCR ടൂൾ ബാറിലെ 3ാമത്തെ ഐക്കൺ ഫിക്സ് പോളി. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പോളിലൈൻസ് വരച്ചതെല്ലാം കറക്റ്റാണോ എന്നറിയാൻ പറ്റും. നെക്സ്റ്റ് വെരിഫൈ ക്ലോസ് പോളി ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വരച്ച ഏതെങ്കിലും പോളിലൈൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ പോപ്പപ്പ് ചെയ്തു വരുന്നതാണ്. അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വരച്ചതെല്ലാം പെർഫെക്റ്റ്ലി ക്ലോസ്ഡ് ആണ്, ഓക്കെ കൊടുക്കുക. ഇനി ഇതിന് സെക്ഷൻ ലൈൻ വരച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനായി PreDCR ഇൻസേർട്ട് സെക്ഷൻ ലൈൻ എന്നുള്ള ഓപ്ഷനിൽ പോവുക. സെക്ഷൻ ഒരു നെയിം കൊടുക്കുക. സിംഗിൾ ലൈൻ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ നമ്മൾ സെക്ഷൻ ചെയ്യുന്നത് ആ പോർഷൻ ഫസ്റ്റ് പോയിൻ്റ് എൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൊട്ടേഷൻ ആംഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ ലൈൻ വന്നിട്ടുണ്ടാവും. അത് കോപ്പി ചെയ്ത് എല്ലാ ഫ്ലോറിലും വെക്കാവുന്നതാണ്. അപ്പോൾ PreDCR ലെയർ മാത്രം ഓൺ ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്ത് എല്ലാ ഫ്ലോറിലും വെക്കാം. അപ്പോൾ PreDCRൽ എല്ലാ ലെയറും നമ്മൾ വരച്ചു കഴിഞ്ഞു. എല്ലാ റൂംസും വരച്ചിട്ടുണ്ട്, എല്ലാ വാൾസ് വരച്ചിട്ടുണ്ട്, എല്ലാത്തിനും ടെക്സ്റ്റ്, ഡയമെൻഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. FSI ലെയർ വരയ്ക്കുമ്പോൾ വരച്ചതിന് ശേഷം അത് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് PreDCR മാർക്ക് റെസിഡൻഷ്യൽ FSI മാർക്കിംഗ് സ്പെഷ്യൽ റെസിഡൻഷ്യൽ ഇതിൽ റെസിഡൻഷ്യൽ മാർക്ക് ഓപ്ഷൻ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏത് ഒക്യുപ്പൻസി ആണോ അതിനനുസരിച്ച് FSI ഈ 4 ഓപ്ഷൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി പ്രപ്പോസ്ഡ് വർക്കിൽ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഡോർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായി PreDCR ലെയർ മാത്രം ഓൺ ചെയ്യാം. PreDCR മെനുവിൽ പോവുക, ഇൻസേർട്ട്, എൻട്രൻസ് ഡോർ.
മെയിൻ ഡോറിൻ്റെ സൈസ് ഇവിടെ എൻ്റർ ചെയ്യുക. എവിടെയാണോ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് അവിടെ എൻട്രൻസ് ഡോർ ഇൻസേർട്ട് ചെയ്യുക. കംപ്ലീറ്റ് വരച്ചതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഫിക്സ് പോളി. രണ്ടാമത് വെരിഫൈ ക്ലോസ് പോളി. ഓക്കെ കൊടുക്കുക. All entities are perfectly closed. ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് വെരിഫൈ കറണ്ട് ഡ്രോയിങ് ആസ് പെർ PreDCR റിക്വയർമെൻറ്റ്സ്. ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻറ്റിറ്റീസ് ഓൺ PreDCR layers വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ഓക്കെ എന്നുള്ളൊരു മെസ്സേജ് വരാം. അപ്പോൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഷോ ഒബ്ജക്ഷൻ ലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ എല്ലാ എൻറ്റിറ്റീസും പ്രസൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. അടുത്തതായി ലാസ്റ്റ് ചെക്കിലേക്ക് പോവുക. ഷോ PreDCR റിപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ്ങിൽ ഒരു ഡയമെൻഷൻസും കൊടുത്തിട്ടില്ല. ഈ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ഡയമെൻഷൻസും വരുന്നതാണ്. ചെക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. PreDCR ചെക്കിങ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ആയി വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ ഒരു ടേബിളിൽ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, ഫ്ലോർ ഹൈറ്റ് എന്നിവ ഇവിടെ കാണാം. ഇങ്ങനെ വെരിഫൈഡ് ആയ PreDCR ഡ്രോയിങ് മാത്രമേ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. തിരിച്ച് ഡ്രോയിങ്ങിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ കാണാം നമ്മൾ ബിൽഡിങ്ങിനെല്ലാം ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. സെക്ഷനിൽ ഹൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. സൈഡ് പ്ലാനിൽ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ടേബിൾസും വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ആവും ഇവിടെ ഉണ്ടാവുക. ടേബിളിൽ തന്നെ പ്ലോട്ട് ഏരിയ, ഫ്ലോർ ഏരിയ, ബിൽട്ടപ്പ് ഏരിയ എന്നിവയെല്ലാം ഇവിടെ കാണാവുന്നതാണ്. ഫയൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നോക്കി ആപ്ലിക്കേഷൻ ഫോമിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. സെറ്റ് ബാക്ക് ഡീറ്റെയിൽസും ഇവിടെ നിന്ന് അറിയാവുന്നതാണ്. PreDCR കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡ്രോയിങ് ഒന്ന് പേർജ് ചെയ്യുക. ഇനി ഈ ഡ്രോയിങ് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓൺലൈനായി ഈ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡ്രോയിങ് സേവ് ചെയ്ത് വെച്ച് ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് PreDCR ചെയ്യേണ്ടത്. PreDCRൻ്റെ വരും വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.